إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങളുടെ പെരുന്നാളായും ഏറെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിവസവുമായിട്ടാണ് വെള്ളിയാഴ്ച പരിഗണിക്കപ്പെടുന്നത്. അതിലെ തന്നെ ഖുതുബ എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന, നിർബന്ധമായും ഹാജരാകേണ്ട ഒരു സമയമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ജുമയിൽ പങ്കെടുക്കാത്ത ആളുകൾ, വെള്ളിയാഴ്ച നിസ്കരിക്കാത്ത ആളുകൾ, അവരെക്കുറിച്ച് അവരുടെ ഖിൽഖത്ത് തന്നെ, സൃഷ്ടിപ്പ് തന്നെ മാറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്നുവരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സന്നിഹിതരായ ആളുകൾ വളരെ ശ്രദ്ധാപൂർവം ശ്രമിക്കണമെന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഓ പ്രവാചകരെ, ഓ റസൂലേ, താങ്കളുടെ നിയോഗമെന്നത് ലോകർക്ക് കാരുണ്യമായി കൊണ്ടാണ് ഞാൻ താങ്കളെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം, റസൂലിന്റെ സംസാരം, റസൂലിന്റെ ഇടപെടലുകൾ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ട എന്തൊക്കെ മേഖലകളുണ്ടോ അതെല്ലാം കാരുണ്യത്തിൽ നിലകൊണ്ടതായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഒരാവർത്തി വായിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ നേതാവ് എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിൻപറ്റപ്പെടേണ്ട വ്യക്തി എന്ന് പറയുമ്പോൾ, ആ നബിയെ പിൻപറ്റുന്നതോടുകൂടി നമ്മുടെ സ്വഭാവവും ഉത്കൃഷ്ടമായ സ്വഭാവമായി തീരേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നത്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്.
എന്നെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് സ്വഭാവ സവിശേഷമായ ഗുണങ്ങൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത്ഭുതങ്ങളുടെ കലവറയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെ വായിച്ചു പോകുമ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചു പോകും, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും അധികം ക്ഷമ കൈകൊള്ളാൻ സാധിക്കുക, ഇത്രയും നല്ല രൂപത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കുക എന്ന് തോന്നുന്ന രൂപത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതും പല ആളുകളും അശ്രദ്ധയിലാകുന്ന ഒരു സ്വഭാവ ഗുണമാണ് രഹസ്യങ്ങൾ അത് കാത്തു സൂക്ഷിക്കാതെ പരസ്യമാക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏറെ ഗൗരവത്തിൽ പറഞ്ഞ വിഷയമാണ് രഹസ്യങ്ങളായി കാത്തു സൂക്ഷിക്കുകയും അത് പരസ്യമാക്കാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, ഇദാ ഹദ്ദസ അർ-റജുലു ബിൽ ഹദീസി സുമ്മ ഇൽതഫത ഫഹിയ അമാന. നിങ്ങൾ പരസ്പരം സംസാരിക്കുകയും ആ സംസാരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളോട് ആരാണോ സംസാരിക്കുന്നത് അവൻ ആരെങ്കിലും കാണുന്നുണ്ടോ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി തിരിച്ചു നോക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ആ സംസാരം അത് അമാനത്താണ് എന്ന്. ആ സംസാരം നമ്മൾ മറ്റാരോടും പറയരുത് എന്ന്, അത് നമ്മൾ രഹസ്യമായി കാത്തു സൂക്ഷിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ ചുരുക്കം. അതായത് നമ്മോട് അവൻ രഹസ്യമാണ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവന്റെ ചെയ്തികളിൽ നിന്ന്, അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അത് രഹസ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പറയാൻ പാടില്ല, അത് അമാനത്താണ്, അത് സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധ നമുക്കുണ്ടാകണം. രഹസ്യങ്ങൾ നമ്മൾ മൂലം പരസ്യമാകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുള്ള പറയുന്നത്. ചില ആളുകൾ വിചാരിക്കുന്നത് വഞ്ചിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പണത്തിന്റെ വിഷയത്തിൽ ദീനാറിലും ദിർഹമിലുമാണ് വഞ്ചനയുള്ളത് എന്നാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നൽ ഖിയാനത അശദ്ദൽ ഖിയാനത അൻ യുജാലിസനാ അർറുജുൽ, എന്നാൽ ഏറ്റവും വലിയ വഞ്ചന, കൊടിയ വഞ്ചന എന്ന് പറയുന്നത് നമ്മുടെ സദസ്സിൽ ഒരാളിരിക്കുകയും നമ്മുടെ സംസാരം കേൾക്കുകയും എന്നിട്ട് ആ രഹസ്യമായ സംസാരം അത് പരസ്യമാക്കുക എന്നതാണ് ഏറ്റവും വലിയ വഞ്ചന എന്ന്. എത്ര ആളുകളാണ് രഹസ്യം പരസ്യമാക്കി ആളുകൾക്കിടയിൽ ആളുകളുടെ ബന്ധം തകർക്കുന്ന ആളുകൾ, ഐക്യത്തെ തകർക്കുന്ന ആളുകൾ. അവർ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ പേടിക്കണം. ഒരു ദിവസം നിങ്ങൾക്ക് വരാറുണ്ട്, അന്ന് നിങ്ങൾ വഞ്ചിച്ചതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് ശിക്ഷിക്കപ്പെടും എന്നത് തീർച്ചയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ അബ്ശൈതു സിർരി ഇലാ അഹദിൻ ഇല്ലാ അഅഖബനി തൂലൻ നദമി വശിദ്ദത്തൽ അസഫ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി ഇസ്ലാം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഭരണം കാഴ്ചവെച്ച സ്വഹാബി വര്യനാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ എന്റെ രഹസ്യം അത് ഞാൻ വെളിവാക്കിയിട്ടുണ്ടോ എങ്കിൽ ഞാൻ വിഷമിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് രഹസ്യം പറയുമ്പോൾ നമ്മൾ ആരോടാണോ പറയുന്നത് എന്ന് നമ്മൾ വ്യക്തമായി അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മൾ ആരോടാണോ പറയുന്നത് അവനത് പരസ്യമാക്കുകയില്ല എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. ഇല്ല എങ്കിൽ കാലാകാലം ജീവിതം മുഴുവനും ആ രഹസ്യം പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഖേദിക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ താബിഈ വര്യനായ അക്സം ഇബ്നു സൈഫി റഹിമഹുള്ള പറയുകയാണ്, ഇന്ന സിർറക മിൻ ദമിക് ഫൻദുർ ഐന തുരീഖുഹു. രഹസ്യം എന്നത് നിന്റെ രക്തത്തിൽപ്പെട്ടതാണ്, രഹസ്യം എന്നത് നിന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് നീ ആ രഹസ്യം, നീ ആ വ്യക്തമായ രഹസ്യം എവിടെയാണ് ചിന്തുന്നത് എന്ന് നീ ആലോചിച്ചു കൊള്ളുക എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മെ ആരെങ്കിലും ഒരു രഹസ്യം ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഞാനല്ലാത്ത ഒരാളും രണ്ടാമത്തെ ഒരാൾ അതിനെക്കുറിച്ച് അറിയുക പോലും ചെയ്യുന്നില്ല എന്ന ഉറപ്പ് നമ്മൾ വരുത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി വര്യൻ പറയുന്നത്, മസ്തൗദഉതു റജുലൻ സിർറൻ ഫഅഫ്ശാഹു ഫലംതുഹു. ഞാൻ
ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ രഹസ്യം ആള് കേൾക്കുകയും പിന്നീട് മറ്റൊരാളോട് പറയുകയും ആ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഖേദിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം പറയുന്നിടത്ത് വളരെയേറെ ശ്രദ്ധ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചില ആളുകളെങ്കിലും നമ്മെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി പല രൂപത്തിൽ പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ സംസാരങ്ങളും, നമ്മുടെ സംസാരത്തിലെ ഓരോ പദങ്ങളും വളരെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്ന ഉറപ്പ് നമ്മൾ വരുത്തേണ്ടതുണ്ട്. രഹസ്യം പരസ്യമാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. രഹസ്യം പരസ്യമാക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് അൽ ഇഫ്ഷാഉൽ മഹ്മൂദ്, ചില രഹസ്യങ്ങൾ പരസ്യമാക്കാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സമൂഹത്തിനും വ്യക്തികൾക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന ചില ആളുകൾ, രഹസ്യമായി നമുക്കെതിരെ തിരിയുന്ന ആളുകൾ, അല്ലെങ്കിൽ സമൂഹത്തിനെതിരെ രഹസ്യമായി ചില പ്രവർത്തനങ്ങൾ, ചില കുടില തന്ത്രങ്ങൾ ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി അവരുടെ രഹസ്യങ്ങൾ അത് നിയമത്തിന് മുമ്പാകെ വെളിപ്പെടുത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ മറ്റൊരാൾ, നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ, നമുക്കതിനെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുണ്ട് എങ്കിൽ നമ്മൾ അവിടെ സാക്ഷി നിൽക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നാൽ എത്ര ഖേദകരമായ അവസ്ഥയാണ് കള്ളസാക്ഷ്യം നിൽക്കുന്ന ആളുകൾ, കള്ളത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ, നിരപരാധിയായ വ്യക്തി, ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളെക്കാളും അതപ്പതിച്ച നികൃഷ്ടരായ മനുഷ്യൻ ആരാണ് ലോകത്തുള്ളത് എന്നാണ് ആലോചിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു മുസ്ലിമായ വ്യക്തിയെ, എങ്ങനെയാണ് നമ്മുടെ അതേ ആദർശം സ്വീകരിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, തൗഹീദുള്ള നമ്മുടെ അതേ മതം സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ വഞ്ചിക്കാൻ സാധിക്കും? എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ഗശ്ശ ഫലൈസ മിന്നാ, ആരെങ്കിലും വഞ്ചിക്കുന്നുണ്ട് എങ്കിൽ അവൻ നമ്മിൽ പെട്ടവനല്ല എന്നാണ്. മനുഷ്യനാണോ അവനെ വഞ്ചിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മുസ്ലിമിനെയാണ് വഞ്ചിക്കുന്നതെങ്കിൽ അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്നാണ്. അതായത് നിങ്ങളുടെ സഹോദരനെ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്, അതേപോലെയാണ് നിങ്ങളുടെ സ്വത്തിന്റെ അടുത്ത് നിങ്ങളുടെ കാലോട് കാല് ചേർത്ത് നിൽക്കുന്ന നിങ്ങളുടെ സഹോദരനെയും നിങ്ങൾ കാണേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കള്ളസാക്ഷ്യത്തിന് നമ്മൾ നിലകൊള്ളുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ്. ഒരിക്കൽ റസൂലിന്റെ സഹാബാക്കൾ റസൂലിന്റെ സംസാരം കേൾക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആളുകളാണ്. റസൂൽ എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ആളുകളാണ്. എന്നാൽ അതേ സഹാബാക്കൾ ഒരു സന്ദർഭത്തിൽ അവർ പറയുന്നുണ്ട്, ലൈതഹു സക്കത, റസൂൽ ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ, റസൂൽ ഒന്നും സംസാരിക്കാതിരുന്നെങ്കിൽ എന്ന് ഒരു അവസ്ഥയിൽ സഹാബാക്കൾ പറഞ്ഞിരുന്നു എന്നാണ്. അതെപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പറഞ്ഞു, അലാ വഖൗല സൂർ, അലാ വഖൗല സൂർ, നിങ്ങൾ കള്ളസാക്ഷ്യം സൂക്ഷിക്കണം, നിങ്ങൾ കള്ളസാക്ഷ്യം സൂക്ഷിക്കണം, നിങ്ങൾ കള്ളത്തിന് സാക്ഷ്യം നിൽക്കാൻ പാടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ റസൂലിന്റെ സഹാബാക്കൾ പറഞ്ഞുപോയി എന്നാണ്. റസൂൽ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുപോയി എന്നാണ്. സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ ആയത്തിൽ കള്ളസാക്ഷ്യത്തെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത്, ഫജ്തനിബു റിജ്സ മിനൽ ഔതാൻ വജ്തനിബു ഖൗല സൂർ, നിങ്ങൾ മ്ലേച്ഛമായ അള്ളാഹുവെ അല്ലാത്ത ആരാധിക്കപ്പെടുന്ന ആളുകൾ, അവരെ നിങ്ങൾ വെടിയണം, അവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം, അവർ നജസുകളാണ്, അവർ മ്ലേച്ഛമായതാണ് എന്ന് പറഞ്ഞതിന് ശേഷം, തൗഹീദ് പറഞ്ഞതിന് ശേഷം, ശിർക്കിന്റെ ഗൗരവം പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് നിങ്ങൾ കള്ളത്തിന് സാക്ഷ്യം നിൽക്കരുത് എന്നാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു വെച്ചത് ശിർക്കിനോട് കിടപിടിക്കുന്നതാണ് കള്ളസാക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ എന്നാണ്. അതുകൊണ്ട് സത്യസന്ധതയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൈമുതലാക്കി സ്വീകരിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് ചില രഹസ്യങ്ങൾ നമുക്ക് പരസ്യമാക്കൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതതിന്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മളത് പരസ്യമാക്കേണ്ടത് എന്നാണ്. നമുക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പരസ്യമാക്കേണ്ടത്, മറിച്ച് ഒരു സമൂഹത്തിനെ തന്നെ ബാധിക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് രഹസ്യങ്ങൾ പരസ്യമാക്കേണ്ടത് എന്നാണ്. രണ്ടാമത്തേത് ഒരിക്കലും പരസ്യമാക്കാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും പരസ്യമാക്കാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ച തിന്മകളാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ
ചെയ്തു വെച്ച തിന്മകൾ ഒരാൾ പോലും അറിയുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണമെന്നാണ്. അതിന്റെ ഉദ്ദേശം ആരും അറിയാതെ തിന്മ ചെയ്യണമെന്നല്ല, മറിച്ച് ജീവിതത്തിൽ അറിയാതെ നമ്മുടെ കാല് തെന്നി നമ്മൾ തിന്മയിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി ഇനി ഞാനത് ആവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞ് ഒരാളോട് പോലും ആ തിന്മ നമ്മൾ പറയരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. കുല്ലു ഉമ്മത്തി മുആഫ, എന്റെ ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ, എന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് ഞാൻ പുറത്തു കൊടുക്കുകയില്ല എന്ന്. അവരെന്താണ് ചെയ്തു വെച്ചത്? അവർ ചെയ്ത തിന്മകൾ, അവർ രാത്രി ഒരു തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ രാവിലെ ആകുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളുടെ തിന്മകൾ ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്, രാത്രി തിന്മകൾ ചെയ്ത് ആ തിന്മകൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ആയി പ്രചരിപ്പിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ഡാൻസുകളും നിങ്ങളുടെ മ്യൂസിക്കുകളും നിങ്ങൾ എന്ത് കോപ്രായങ്ങളാണോ ചെയ്തത് അത് ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് എത്ര ചെറിയ തിന്മയാണ് എങ്കിലും, അത് എത്ര ചെറിയ പോകുന്ന തിന്മയാണെങ്കിൽ പോലും അതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങളുടെ ആ തിന്മ പൊറുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ് ആലോചിക്കേണ്ടത്. ഒരു ചെറിയ തിന്മയായിരിക്കും നിങ്ങളെ നിങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് തടയുന്നത് എന്ന ഒരു പേടി നിങ്ങൾക്കുണ്ടാകണം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താകുന്നത് ബിദംബിൻ വാഹിദിൻ ബിഖതീഅത്തിൻ വാഹിദിൻ, ഒറ്റ ഒരു തെറ്റിന്റെ പേരിലാണ്, ഒരു തിന്മയുടെ പേരിലാണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഒരു തിന്മ പോലും പുറത്തിട്ടില്ല എങ്കിൽ, നമ്മൾ ചെയ്ത ജീവിതത്തിലെ എല്ലാ തിന്മകളും പുറത്തു കിട്ടിയിട്ടില്ല എങ്കിൽ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമല്ല എന്നാണ്. സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമാകുന്നത് എല്ലാ തിന്മകളും അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് നമുക്ക് പുറത്തു കിട്ടണം. അങ്ങനെ ശുദ്ധമായ നിലക്ക് മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തിന്മകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങി ഇനി അത് ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയമായ തീരുമാനമെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി അത് ആരോടും പറയുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് പറയുന്നുണ്ട് എങ്കിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അതിൽ ഒരു പ്രതാപം എങ്ങനെയാണ് ഒരു മനുഷ്യന് കാണാൻ സാധിക്കുന്നത്? നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ പടച്ച, നിങ്ങൾക്ക് വേണ്ട റിസ്ക് അതത് സമയത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന ആ റബ്ബിനെ ധിക്കരിച്ചിട്ട് ഞാൻ നിന്നെ ധിക്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് പ്രതാപം ഉൾക്കൊള്ളാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത് എന്നാണ് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ തിന്മകൾ പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. രണ്ടാമത്തേത്, മറ്റുള്ള ആളുകളുടെ തിന്മയും നമ്മൾ ഒരിക്കലും പ്രദർശിപ്പിക്കരുത് എന്നാണ്. ഏതെങ്കിലും ഒരു സഹോദരൻ എന്തെങ്കിലും ഒരു തിന്മയിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അത് നമ്മൾ കാണാനിടയായിട്ടുണ്ട് എങ്കിൽ, അത് നല്ലൊരു വ്യക്തിയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ തിന്മ ചെയ്യുന്ന വ്യക്തിയല്ല ചെയ്തിട്ടുള്ളത്, എന്തോ അവൻ അറിയാതെ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന് താക്കീത് കൊടുക്കണം. ഇത് ചെയ്യരുത് എന്ന് പറയണം. എന്നിട്ട് താക്കീത് കൊടുത്തതിനു ശേഷം നാടുനീളെ പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞ് രഹസ്യമായി അവനെ ഉപദേശിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ചില ആളുകളെങ്കിലും എന്തെങ്കിലും ഒരു തിന്മ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, മനുഷ്യനാണ്, സ്വാഭാവികമായും ഉണ്ടാകും എന്നത് തീർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് മനുഷ്യനാണോ തിന്മ അവനിൽ നിന്നുണ്ടാകുമെന്നാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ തിന്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ടോർച്ചർ ചെയ്ത്, അതിന്റെ പേരിൽ പൈസ വാങ്ങുന്ന, ഇത്ര പണം തന്നിട്ടില്ല എങ്കിൽ ഞാൻ ഇത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ആ പണം കൈപ്പറ്റി ജീവിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നരകമാണ് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് വാങ്ങുന്നത് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഇർളിനെ, അഭിമാനത്തെ നിങ്ങൾ അപഹരിച്ചിട്ടുണ്ട് എങ്കിൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾ നിന്ദ്യനാകുന്ന അവസ്ഥയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, രഹസ്യം അന്വേഷിച്ചു പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അവർക്ക് പണി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറി അവരുടെ രഹസ്യം അന്വേഷിച്ച് അത് പരസ്യമാക്കുന്ന സ്വഭാവമുള്ള ആളുകൾ, അവർ മനസ്സിലാക്കേണ്ടത് അവരെ അല്ലാഹു അവരവരുടെ വീടിന്റെ ഉള്ളിലാണുള്ളതെങ്കിൽ പോലും അവരുടെ രഹസ്യം അല്ലാഹു പുറത്തു കൊണ്ടുവരുമെന്നാണ്. അവരെ അല്ലാഹു ജനങ്ങൾക്ക് മുമ്പാകെ വഷളാക്കുമെന്നാണ്. അല്ലാഹുവിന്റെ സുന്നത്താണത്, അല്ലാഹുവിന്റെ ചര്യയാണത്. അതുകൊണ്ട് അത്തരം
അത്തരം ആളുകൾ അള്ളാഹുവിനെ പേടിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് നമുക്കൊരു മനുഷ്യനെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനത്തെ നമുക്ക് തകർക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, കഅബയിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഈ കഅബയുണ്ടല്ലോ, ഇത് പവിത്രമായ കഅബയാണ്, ഇത് പരിശുദ്ധമാക്കപ്പെട്ടതാണ്. എന്നാൽ ഇതിനേക്കാളും പരിശുദ്ധമാണ് ഒരു മനുഷ്യന്റെ അഭിമാനമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ ഇടപെടൽ കൊണ്ടോ ഒരാളുടെ അഭിമാനം പോലും നമ്മൾ തകർക്കുന്നില്ല എന്ന ഉറപ്പ് നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യത്തിന്റെ വിഷയം റസൂൽ പറയുന്നത്, ഇന്ന മിൻ അശർരി നാസി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ വ്യക്തി അർറജുലു യുഫ്ലി ഇലാ ഇംറഅതിഹി വതുഫ്ലി ഇലൈഹി സുമ്മ യൻഷുറു സിർറഹാ. ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെടുകയും എന്നാൽ ആ കഥകൾ പോയി മറ്റുള്ള ആളുകളോട് പറയുന്ന ആളുകൾ അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ നടക്കുന്നത് അത് മറ്റൊരാൾക്കും അറിയുന്നില്ല എന്ന ഉറപ്പ് നിങ്ങൾ ഓരോരുത്തരുമാണ് വെച്ചു പുലർത്തേണ്ടത്. അതല്ലാതെ അത്തരം കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആളുകളോട് പറയുക എന്ന് പറയുമ്പോൾ എന്ത് ലജ്ജയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, എന്ത് ഹയാ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബാക്കി വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഹയാ എന്നത്, ലജ്ജ എന്നതാണ് ദീന എന്നാണ്. ദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലജ്ജയാണ് എന്നാണ്. എല്ലാ മതത്തിനും അതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ സ്വഭാവം അത് ഹയാ ആണ്, അത് ലജ്ജയാണ് എന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള രഹസ്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല എന്ന്. എന്നാൽ പല ആളുകളും അത്തരം രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ പുളകം കൊള്ളുന്ന ആളുകൾ, അതിൽ സന്തോഷിക്കുന്ന ചില കൂട്ടുകാർ, അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് ഖിയാമത്ത് നാളിലെ ഏറ്റവും നികൃഷ്ടരായ ജനങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ ഒരു താബിഈ പണ്ഡിതനോട് ചോദിക്കുകയുണ്ടായി, എന്താണ് നിന്റെയും നിന്റെ ഭാര്യയുടെയും ഇടയിലുള്ള പ്രശ്നം എന്താണ് നിങ്ങൾക്ക് തമ്മിലിടയിലുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി ആയിരിക്കണം നമ്മോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട മറുപടി. അദ്ദേഹം പറയുന്നത്, വൈഹകും മാ കുന്തു ലഅഫ്ശി സിർറ ബൈതി, നിനക്ക് നാശം, എന്റെ വീട്ടിൽ നടക്കുന്ന രഹസ്യം ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയുക? എന്റെ വീട്ടിൽ നടക്കുന്നത് അത് എന്തിനു നീ അറിയണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യമെന്ന. ചില ആളുകൾ ഇതൊക്കെ ചോദിച്ച് അങ്ങനെ എന്തെങ്കിലും അവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടായി എന്നറിഞ്ഞാൽ സന്തോഷിക്കുന്ന ചില ആളുകളുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, നമ്മെ ബാധിക്കാത്ത വിഷയം ആ വിഷയത്തിൽ പോയി നമ്മൾ ഇടപെടേണ്ടതില്ല എന്ന. എന്താണോ നമ്മെ ബാധിക്കുന്നത് അത്തരം വിഷയത്തിൽ മാത്രം ഇടപെട്ടാൽ മതി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ഹദീസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതുണ്ട്. അങ്ങനെ ആ വ്യക്തി, ഞാൻ എന്റെ രഹസ്യം പറയുകയില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ ത്വലാഖ് നടക്കുകയും അങ്ങനെ ത്വലാഖിന് ശേഷം അദ്ദേഹത്തോട് വീണ്ടും ഒരു വ്യക്തി വന്ന് ചോദിച്ചു എന്നാണ്, അല്ല എന്താണ് ത്വലാഖിനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വൈഹകും, നിനക്ക് നാശം, ഇംറഅത്തുൻ അജ്നബിയ്യത്തുൻ അന്നി മാലി വലഹ, ഒരു അന്യയായ സ്ത്രീയെ കുറിച്ചല്ലേ നീ ചോദിക്കുന്നത്? ഞാനും അവളും തമ്മിൽ എന്ത് ബന്ധമാണ് ബാക്കിയുള്ളത്? പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ കുറിച്ച് സംസാരിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്ന്. അതുകൊണ്ട് ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ആരെയാണോ ത്വലാഖ് ചൊല്ലിയത് പിന്നെ അവരുടെ കുറ്റങ്ങളുടെ ലിസ്റ്റ് എടുത്ത് കണ്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്ത് മാന്യതയാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്വഭാവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാൽ പല ഡിവോഴ്സുകൾക്കും കാരണമായി തീർന്നിട്ടുള്ളത് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത് അത് മറ്റുള്ള ആളുകൾക്കിടയിൽ പോയി പറയുക, രഹസ്യം പരസ്യമാക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പല ത്വലാഖുകളിലേക്കും എത്തിച്ചിട്ടുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്നത് അവരുടെ ഇടയിലാണ്. എന്ത് പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിലും അവർ സംസാരിച്ച് തീർക്കേണ്ടതാണ് ആ പ്രശ്നങ്ങളെല്ലാം. മൂന്നാമതായി ഉപ്പയോ ഉമ്മയോ പോലും ഒരു നിർബന്ധ സാഹചര്യത്തിലല്ലാതെ അതിലേക്ക് കടന്നു വരരുത് എന്ന. എത്രയെത്ര കല്യാണങ്ങളാണ് ഒരു മാസവും നീണ്ടുപോകുന്നില്ല. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് നമ്മുടെ മാതാപിതാക്കളെ വലിച്ചഴിച്ച് കൊണ്ടുവന്ന് അവർക്ക് ആ പ്രശ്നങ്ങളെ കൃത്യമായി
കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ അങ്ങനെ എത്രയെത്ര ബന്ധങ്ങൾ നശിച്ചു പോകുന്നു. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു പ്രായം വരെ അവരോട് ബാധ്യതയുണ്ട്. എന്നാൽ അത് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ഭർത്താക്കന്മാരോടാണ്. അവർ പരസ്പരം തമ്മിൽ നടന്ന പ്രശ്നങ്ങൾ അവർ തന്നെ ദൂരീകരിക്കേണ്ടതാണ്. നിങ്ങൾ പോയി ഇടപെടേണ്ടതില്ല, നിങ്ങൾ ഇടപെടുകയില്ല എന്ന ഉറപ്പ് നിങ്ങൾ ആദ്യമേ അവർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവരെ വിളിച്ചിരുത്തി അവരോട് പറയണം, ഇനി നിനക്ക് ബാധ്യതയുള്ളത് നിന്റെ ഭർത്താവിനോടാണ്, പ്രശ്നങ്ങൾ ഉണ്ടായാൽ നീ പറയേണ്ടത് നിന്റെ ഭർത്താവിനോടാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ചെറിയ പ്രശ്നങ്ങൾക്കും കല്യാണം കഴിഞ്ഞിട്ടും ഉമ്മയും ഉപ്പയും ഇടപെട്ട് എന്നിട്ട് ആ കല്യാണം മുടക്കി അവസാനം കല്യാണം നടക്കാതെ അങ്ങനെ വിധവയായി ജീവിക്കുന്ന എത്രയെത്ര സ്ത്രീകളുണ്ട്, എത്രയെത്ര പുരുഷന്മാരുണ്ട്. അതുകൊണ്ട് രഹസ്യങ്ങൾ പരസ്യമാക്കുന്നിടത്ത് വളരെയേറെ ശ്രദ്ധ നമുക്കുണ്ടാകണം എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അതോടൊപ്പം തന്നെ രാജ്യങ്ങളുടെ രഹസ്യം ചോർത്തുന്ന ആളുകൾ, അതും വലിയ പാപത്തിലാണ് ഇസ്ലാം എണ്ണിയിട്ടുള്ളത് എന്ന്. ഒരിക്കലും രാജ്യങ്ങളുടെ രഹസ്യം അത് പുറത്തു പറയാൻ പാടില്ല എന്ന് സൂറത്തുൽ അൻഫാലിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്, വതഖൂനു അമാനാതികും, നിങ്ങൾ പരസ്പരം ഉള്ള അമാനത്തുകൾ, ആ അമാനത്തിലും നിങ്ങൾ വഞ്ചന കാണിക്കരുത്, വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നത് ഒരിക്കലും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയില്ല എന്നാണ്. സ്വഹാബാക്കളുടെ ജീവിതം പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ. അവർക്കൊരു രഹസ്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരാളോട് പോലും ആ രഹസ്യം അവർ പറഞ്ഞിരുന്നില്ല എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലിന്റെ കൂടെ ചെറുപ്രായത്തിൽ തന്നെ റസൂലിന്റെ ഖാദിമായി, റസൂലിന്റെ സേവകനായി ജീവിച്ച വ്യക്തിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തോട് രഹസ്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഉമ്മ ചോദിക്കുന്നുണ്ട്, അല്ല, നീ എന്താണ് വൈകാനുള്ള കാരണം? എന്നെ റസൂൽ വിളിച്ചിരുന്നോ ഉമ്മ? റസൂൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? അതാണ് ഞാൻ വൈകിയത്. ആ സമയത്ത് ഉമ്മ ചോദിച്ചു, അല്ല, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അസറ ഇലയ്യ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ സിർറൻ ഫമാ അഖ്ബർതു ബിഹി അഹദൻ ബഅദഹു, റസൂൽ എന്നോട് ഒരു രഹസ്യം പറഞ്ഞിട്ടുണ്ട്, ആ രഹസ്യം ഞാൻ ഒരാളോടും പറയുകയില്ല എന്ന് സ്വന്തം ഉമ്മയോടായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത് എന്ന്. അത്രയും സൂക്ഷ്മത, രഹസ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ അവർ അത്രയും സൂക്ഷ്മത പുലർത്തിയിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, രഹസ്യം പരസ്യമാക്കുക എന്നത് ഈമാൻ ദുർബലപ്പെട്ട, വ്യക്തിപരമായ സ്വഭാവം ഉൾക്കൊള്ളാത്ത, വളരെ മോശപ്പെട്ട നീചമായ സ്വഭാവത്തിലാണ് രഹസ്യം പരസ്യമാക്കുക എന്നത് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് പൗരുഷമുള്ള ഒരാൾക്കും യോജിച്ചതല്ല നമുക്ക് ഒരാൾ പറഞ്ഞു തന്ന രഹസ്യം അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് നിഫാഖിന്റെ സ്വഭാവം, മുനാഫിഖിന്റെ സ്വഭാവം അത് നിങ്ങളിലുണ്ട് എന്നത് തീർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. മുനാഫിഖാണോ? അവന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ഉണ്ടാകും. ഒന്ന്, സത്യം പറഞ്ഞാൽ, ഒന്ന് സംസാരിച്ചാൽ സത്യം പറയുന്ന വ്യക്തിയാണ്, വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവനാണ്, വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവനാണ്. ഈ 3ഉം രഹസ്യം പരസ്യമാക്കുന്നവരുടെ ജീവിതത്തിലുണ്ട് എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പരസ്യമാക്കുന്ന ആളുകൾ, നിഫാഖിന്റെ ഗണം, നിഫാഖിന്റെ അംശം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുക. രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കലും റസൂലിന്റെ അടുക്കലും സ്ഥാനമുള്ളത്. രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക ക്ഷമയുള്ളവർക്കാണ്, അറിവുള്ളവർക്കാണ്, ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമകൾക്കാണ് രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യങ്ങളെ കാത്തു സൂക്ഷിച്ച് ഒരാളുടെ രഹസ്യം പോലും മറ്റൊരാളോട് പറയാതെ സത്യസന്ധനായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഭാവ ഗുണങ്ങളിൽ വെച്ച് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വളരെ കൃത്യമായും നമ്മൾ പാലിക്കേണ്ട, ഏതൊരാളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണുവാൻ സാധിക്കാത്ത വിധം അത്രയും അർത്ഥവത്തായ ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത്. നിന്നെ ആരാണോ ആക്രമിച്ചത് ആ ആക്രമിച്ചവന് നീ പുറത്തു കൊടുക്കണമെന്നാണ്. ബന്ധം മുറിച്ച ആളുകളുണ്ട്, ആ മുറിച്ച ആളുകളോട് നീ പോയി അങ്ങോട്ട് പോയി ബന്ധം ചേർക്കണമെന്നാണ്. നിന്നോട് മോശമായി പെരുമാറുന്ന ആളുകൾ, ആ ആളുകളോട് നീ ഏറ്റവും നല്ല നിലയിൽ പെരുമാറണമെന്നാണ്. നിന്റെ സ്വശരീരത്തിനെതിരാണെങ്കിലും നീ ചെയ്തത് തെറ്റാണ് എങ്കിൽ ആ തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ നിനക്ക് സാധിക്കണമെന്നാണ്. അതായത് സ്വന്തത്തിനെതിരെ സത്യം പറയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്തു എന്നതിന്റെ പേരിൽ ഒരിക്കലും ഒരു ബാത്തിലായ കാര്യം, ഒരു അസത്യമായ കാര്യം അത് സത്യമാകാൻ പോകുന്നില്ല. മറിച്ച് നമ്മൾ ചെയ്തതാണെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റണമെന്നാണ്. അതുകൊണ്ട് ഇത്തരം സ്വഭാവ ഗുണങ്ങൾ നമ്മൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആളുകൾ നമ്മെ വിലയിരുത്തുക നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എത്ര തന്നെ ജോലിയുള്ള ആളാണെങ്കിലും, എത്ര തന്നെ പണമുള്ള ആളാണെങ്കിലും, എത്ര വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളാണെങ്കിലും സ്വഭാവത്തിൽ പിശകുണ്ടോ അവൻ ആളുകൾക്കിടയിൽ മോശക്കാരനാണ്. അവൻ ഇനി എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും സ്വഭാവത്തിന്റെ വിഷയത്തിലുള്ള പ്രശ്നം അതാണ് ആളുകൾക്കിടയിൽ നിഴലിച്ചു നിൽക്കുക എന്നാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് ക്ഷമ എന്ന ഉത്കൃഷ്ടമായ സ്വഭാവത്തിലേക്ക് നിങ്ങൾ തിരിച്ചു നടക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ പറയുന്നത് എന്റെ സ്വഭാവം അങ്ങനെയാണ്, എന്റെ പ്രകൃതം അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ആ പ്രകൃതം മാറ്റാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വഹാബാക്കളുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരിൽ പല ആളുകളും അങ്ങനെ ദേഷ്യപ്പെടുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോൾ ഈ ശിർക്കിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, അവിശ്വാസം സ്വീകരിച്ച സന്ദർഭത്തിൽ. എന്നാൽ വിശ്വാസിയായതിനു ശേഷം, ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം അവർ പൂർണ്ണമായും ഇസ്ലാമിനെ ഉൾക്കൊണ്ടിരുന്നു എന്നാണ്. അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവർ ഇസ്ലാമിനെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.